നമ്മുടെ കയ്യിൽ ഫീഡ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വാഹയുടെയും കിളികളുടെ ഒക്കെ കൂടെയുള്ള എൻ്റെ ഒരു ഡെയിലി റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വരാലിനും വാഹയ്ക്കുള്ള കൊഞ്ചിനെയും പരലിനെയും ഒക്കെ ഇവിടെ ഐസ് മാറാൻ വെച്ചിട്ടുണ്ട്. അതും നമുക്ക് ആദ്യം പോയി എടുക്കാം. അങ്ങനെ പരലിന്റെ പാത്രത്തിൽ നിന്ന് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു പരലിനെ ബാക്കിയുള്ള കൊഞ്ചും നമുക്ക് എടുത്തോണ്ട് നമ്മുടെ വാഹയുടെ അടുത്തോട്ട് പോവാം. വാഹയുടെ ഗ്രില്ല് അങ്ങോട്ട് മാറ്റിയപ്പോൾ ദേ കിടക്കുന്ന വലിയൊരു പച്ചിരപ്പുഴു. ഇവൻ എവിടുന്ന് വന്ന് വീണാന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ അവനെ ഒരു കമ്പെടുത്ത് കുത്തി വെളിയിൽ കളഞ്ഞിട്ടുണ്ട്. അവനെ കുത്തിയെടുത്ത് കളഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വാഹ നമ്മുടെ കയ്യിൽ ഫീഡ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഫീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കിയപ്പോൾ അതായിട്ട് പിന്നെയും കിടക്കുന്ന ഒരു പച്ചിലപ്പുഴു. അങ്ങനെ അവനെ എടുത്ത് കളഞ്ഞ് നമ്മൾ ഗ്രില്ല് അടച്ചത് നമ്മൾ നേരെ നമ്മുടെ വരാലിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഷെഡിൽ കയറിയപ്പോഴത്തേക്ക് നമ്മുടെ കിളികളെല്ലാം കൂടെ നമ്മളെ കണ്ടിട്ട് അലക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കാലത്തിൽ ഒരു കിളി മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. അടുത്ത ഈ ഒരു കാലത്തിൽ മുട്ട വരുന്ന കുഞ്ഞുങ്ങളും ഇരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊഞ്ചെടുത്ത് നമ്മുടെ വരാലിന് കൊടുക്കാം കേട്ടോ. നമ്മൾ വരുന്നത് നോക്കി അവനോട് വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഫീഡ് എടുക്കത്തില്ല. അതുകൊണ്ട് അവൻ കാണാതെ വേണം നമുക്ക് വീഡിയോ എടുക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ഫീഡ് എടുക്കുന്ന വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കാണിച്ചിരിക്കും. അവൻ ചെറുതായതുകൊണ്ട് നമ്മൾ പൊളിച്ച കൊഞ്ചിനെയാണ് അവൻ ഇട്ട് കൊടുക്കുന്നത്. അവൻ എന്തായാലും നമ്മൾ നിൽക്കുമ്പോൾ തന്നെ വന്ന് ഫീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടുകൊണ്ട് മേളിൽ 3 പേര് നിൽപ്പുണ്ടായിരുന്നു, നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങൾ. വേറെ വെള്ളം ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് നമ്മൾ ഫീഡ് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ ബാക്കി വന്ന 2 കൊഞ്ചിനെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ ഓസ്കാറിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ കൊഞ്ചിനെ കൊടുത്തപ്പോൾ തന്നെ അവൻ ഒറ്റ അടിക്ക് ഇതിനെ വെട്ടി വിഴുങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ കൊഞ്ചിനെ കൊടുക്കുന്ന വീഡിയോ റെക്കോർഡായില്ല കേട്ടോ. നമ്മൾ രണ്ടാമത് കൊടുത്ത കൊഞ്ചാണ് എന്റെ വായിന് ഇങ്ങനെ നീണ്ട് വെളിയിലോട്ടിരിക്കുന്നത്. രാവിലെ തന്നെ 2 കൊഞ്ചിനെ കിട്ടിയപ്പോൾ അവനും ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.